ദൈവമേ, നടയടി തരാൻ ആരെങ്കിലും ഉണ്ടോ? ഇതൊരു സെൻട്രൽ ജയിലിൻ്റെ സെറ്റാണ്, അതിൻ്റെ ഡോറാണ്. ഇതാണ് ജയിലിൻ്റെ സെല്ലിലേക്കുള്ള വഴി. ടെററിസ്റ്റ് സെൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതോ തെലുങ്ക് സിനിമയ്ക്കോ ഹിന്ദി സിനിമയ്ക്കോ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. गब्बर को पकड़ना मुश्किल है. എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ്, പാപ്പിയോൺ തുടങ്ങിയ ജയിൽ പശ്ചാത്തലമായിട്ടുള്ള വലിയ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അതുപോലെയൊക്കെയുള്ള സിനിമകൾ ചെയ്യാവുന്ന ജയിലാണ്. ഈ കടുത്ത തീവ്രവാദികളെല്ലാം പാർപ്പിക്കുന്നത് ഇതുപോലെ ബന്ദോബസ്തുള്ള ജയിൽ ജയിലുകളിലാണ്. ഇത് ഒരു ഈ അമേരിക്കയിലൊക്കെയുള്ള പ്രശസ്തങ്ങളായിട്ടുള്ള ചില ജയിൽ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന സീരിയൽസ് ഉണ്ട്. അത് ഞാൻ ആ സീരിയൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സെറ്റ് ഏതാണ്ട് ഇതുപോലെയാണ്. അപ്പോൾ അതുപോലെ ഒരു ജയിൽ പശ്ചാത്തലമായിട്ട് ഒരു വലിയ സീരിയലൊക്കെ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് വർക്ക് ഇവിടെ വന്ന് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ജയിലിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ തന്നെ ലൈറ്റ്സ് കിട്ടും, ഇവിടെ തന്നെ ക്യാമറ കിട്ടും, ഇവിടെ തന്നെ യൂണിറ്റ് കിട്ടും. അപ്പോൾ വന്നാൽ ഇതിനകത്ത് ഫുൾ ഷൂട്ട് ചെയ്ത് ഒരു 50 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഇത് രാമോജി ഫിലിം സിറ്റിയിൽ ജപ്പാനീസ് മാതൃകയിൽ ഒരുക്കിയിട്ടുള്ള ഒരു പൂന്തോട്ടമാണ്. ഈ പുറകിൽ കാണുന്നത് ഒരു ജാപ്പാനീസ് പഗോഡയാണ്. ജാപ്പാനീസ് പഗോഡ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൃപാലു കേവ് എന്ന് പറയുന്നത് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഗുഹയാണ്. ഗുഹയുടെ നടവഴിയിൽ അതിൻ്റെ പാർശ്വങ്ങളിൽ ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ വെച്ചിട്ടുണ്ട്. കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ബുദ്ധ പ്രതിമകളുണ്ട്. കൃത്രിമമായുള്ള ആ ഗുഹയുടെ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തപത്മനാഭൻ്റെ വിഗ്രഹം ഇതുപോലെയാണ് കിടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബുദ്ധൻ്റെ ഇങ്ങനെ ഒരു പ്രതിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കിടക്കുന്ന രൂപത്തിലുള്ള ഈ പ്രതിമ വളരെ മനോഹരമാണ്, വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് വേണമെങ്കിൽ നിദ്രാബുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എമണ്ടി ഭാവനാറാ, പല തമിഴ് തെലുങ്ക് സിനിമകളിൽ, ഹിന്ദി സിനിമകളിൽ വലിയ ജമീന്ദാർമാരുടെയൊക്കെ വീടായിട്ട് കാണിക്കുന്ന സെറ്റാണിത്. ഇത് കുറേയൊക്കെ പ്ലൈവുഡ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ പക്ഷേ ആൾക്കാർക്ക് കയറി നിൽക്കാം. ഒരു വലിയ വീടായിട്ട് ഇതിൻ്റെ മുമ്പിൽ ചില നാട്ടുകാർ പരാതി ബോധിപ്പിക്കാൻ വരുന്നതായിട്ടും ഒക്കെ നിങ്ങൾ പല സിനിമകളിൽ TV സീരിയലുകളിലൊക്കെ കണ്ടിട്ടുള്ള സെറ്റാണ്. രാമോജി ഫിലിം സിറ്റിയിലെ ഒരു മേജർ സ്ട്രീറ്റിൻ്റെ, ഒരു വില്ലേജ് സ്ട്രീറ്റിലെ പ്രധാന സെറ്റാണ്. കൂടെ ഒരു യുവതി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. പഴയ പ്രേം നസീർ സിനിമകളുടെ സംവിധായകർ കണ്ടാൽ വിടില്ല. മരം ചുറ്റി പ്രേമത്തിന് പറ്റിയ സ്ഥലം. ഫിലിമി ദുനിയ എന്ന പേരുള്ള ഈ തിയേറ്ററിനുള്ളിൽ ട്രെയിനിലെ ഒരു ഫാൻസി റൈഡുണ്ട്. നിരവധി സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. സിനിമയുടെ സങ്കേതങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ യാത്ര മറക്കാനാവാത്ത അനുഭവങ്ങൾ പകരുന്നു. ഈ രണ്ടുപേരെ പരിചയമുണ്ടോ? ലോകപ്രശസ്തമായ 2 കഥാപാത്രങ്ങളാണ് ലോറലും ഹാർഡിയും. ഒരു കാലഘട്ടത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച രണ്ട് മിടുക്കന്മാരാണ്. രാമോജി ഫിലിം സിറ്റിയിൽ ചലച്ചിത്രം പ്രമേയമാക്കിയ റെസ്റ്റോറൻറ്റ്സ്, തിയേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് ഫിലിമി ദുനിയ എന്നാണ്. ഇതിൽ വേൾഡ് ക്ലാസിക്കുകളും വേൾഡ് ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാരെയും നടന്മാരെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന അവരുടെ പിക്ചേഴ്സ്, പ്രതിമകളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്.
ഇത് കൂടുതലായിട്ടും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം ഷൂട്ടിങ്ങുകളല്ല ഇവിടെ കൂടുതൽ, ഇവിടെ അധികം ടൂറിസ്റ്റുകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. രാമോജി ഫിലിം സിറ്റിയിലെ ഈ പൂന്തോട്ടം ഗോവിന്ദ ഹിൽസ് എന്ന വിളിപ്പേരുള്ള സ്ഥലമാണ്. കാരണം ഇതിൻ്റെ ശരിക്കുള്ള പേര് ഗോവിന്ദ ഹിൽസ് എന്നല്ല, പക്ഷേ ആ പേര് വരാൻ കാരണം ഗോവിന്ദയുടെ വളരെ പ്രിയപ്പെട്ട ലൊക്കേഷനാണിത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഹിന്ദി സിനിമകളിലെ അടിപൊളി ഗാന നൃത്ത രംഗങ്ങൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നീട് ആളുകൾ ഇതിനെ ഗോവിന്ദ ഹിൽസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം ഏത് സിനിമ ഈ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്താലും ഇവിടെ ഒരു ഷോട്ട് ഉണ്ടായിരിക്കും.